സിജോ വിജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഗുഡ് മോർണിംഗ്. സിജോ, എവിടെയാണുള്ളത്? ഞാനിപ്പോൾ ഉള്ളത് ശാസ്തമംഗലത്താണ്. ബൂത്ത് നമ്പർ 3-ലാണുള്ളത്. എംപിയും കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ ചലച്ചിത്രതാരമായ സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ എത്തി നിൽക്കുന്ന ബൂത്തിലാണ് ഉള്ളത്. അദ്ദേഹം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫാമിലിയും ഒപ്പമുണ്ട്. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് കൂടിയാവണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തോട് നമ്മൾ രാവിലെ വന്ന് നേരത്തെ 10 മണിക്കൊക്കെയാണ് വരാറുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പതിവായി നേരത്തെ തന്നെ വരാറുള്ളതാണ്. ഒരു തവണ മാത്രമേ 10 മണിയിലോട്ട് പോയിട്ടുള്ളൂ, അല്ലെങ്കിൽ പതിവായി താൻ രാവിലെ വരാറുള്ളതാണ്, വോട്ട് രേഖപ്പെടുത്താറുള്ളതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വോട്ടിന് വേണ്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കൈവർത്തി കാണിച്ച് ഇത്തവണ തിരുവനന്തപുരം എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രത്യേകമായി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു സ്റ്റാർ ആളുകളെല്ലാം കൂടുതലായിട്ടുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഈ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ശരി സിജോ, ശാസ്തമംഗലത്തുള്ള ബൂത്തിൽ നിന്നാണ് സിജോ വിജോൺ വിവരങ്ങൾ നൽകിയത്. അവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി കുടുംബസമേതം എത്തിയിരിക്കുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹവും പങ്കിടുന്നത്. തൃശ്ശൂർ പിടിച്ചതുപോലെ തന്നെ തിരുവനന്തപുരവും BJP പിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്.